നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനം അനുസരിച്ച് മുന്നോട്ടേക്ക് പോയാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അല്ല, ദൈവവചനത്തിന് വിരുദ്ധമായി ആദം ചെയ്തതുപോലെ സൃഷ്ടാവ് ഒന്ന് കൽപ്പിച്ചു, സൃഷ്ടി വേറൊന്ന് കൽപ്പിച്ചു. സൃഷ്ടാവ് ഒന്ന് കൽപ്പിച്ചു, സൃഷ്ടി വേറൊന്ന് പറഞ്ഞു. സൃഷ്ടാവ് കൽപ്പിച്ചതിനേക്കാൾ ഉപരി സൃഷ്ടിക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് സൃഷ്ടി പറഞ്ഞതനുസരിച്ചു. അതോടുകൂടെ ആദത്തിന്റെ തലമുറ മുഴുവൻ ശാപത്തിലായി. ഇന്ന് നമ്മുടെ തലമുറയും നമുക്ക് വേണമെങ്കിൽ ശാപത്തിലാക്കാം. എങ്ങനെ? സൃഷ്ടാവ് പറയുന്നതിനേക്കാൾ ഉപരി സൃഷ്ടി പറയുന്നതനുസരിച്ചാൽ മതി. നമ്മൾ നമ്മുടെ തലമുറയെ ശാപത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. യേശു എന്താ അത് പറഞ്ഞത്? എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ശ്രദ്ധിക്കുക, യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ യേശുവിന് യാതൊരു രക്ഷയുടെയും ആവശ്യം ഇല്ല. യേശു ജീവിച്ചത്, യേശു ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ട് യേശുവാകുന്ന വഴിയിൽ വന്നതല്ല, യേശു തന്നെയാണ് വഴി. പക്ഷെ യേശുവാകുന്ന വഴിയിലൂടെ നമ്മൾ കടക്കുവാൻ യേശു പറയുമ്പോൾ ഇതിന്റെ അവസാനത്ത് വേറൊരു ഡോറുണ്ട്. ഈ ഡോറാണ് ജഡ്ജ്മെന്റ് ഡോർ. ജഡ്ജ്മെന്റ് സാമ്പിള് പല സ്ഥലങ്ങളിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ സാമ്പിളിലൂടെ നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒന്ന് കണ്ടു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് ജഡ്ജ്മെന്റ് സാമ്പിള് പറഞ്ഞു. അതോടൊപ്പം തന്നെ മത്തായി 25-ലും പറഞ്ഞിട്ടുണ്ട്. ആദ്യം മത്തായി 7-ന്റെ 21 മുതൽ 23 വരെ വായിച്ചിട്ട് മത്തായി 7-ാം അധ്യായം അതിലെ ജഡ്ജ്മെന്റിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇത് രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല, ഇത് സ്വർഗരാജ്യം അവകാശമാക്കുന്ന അടുത്ത രണ്ടാമത്തെ ജഡ്ജ്മെന്റ്, രണ്ടാമത്തെ ഗേറ്റിന്റെ കാര്യം പറഞ്ഞ്. കാരണം കർത്താവ് പറഞ്ഞു, ഈ വാതിൽ എങ്ങനെയുള്ള വാതിലാ? ഇടുക്കുവാതില. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ എന്ത് ചെയ്യണം? പോരാടണം. ആരോട് പോരാടണം? നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ആദ്യം നമ്മളോട് തന്നെ പോരാടണം, നമ്മുടെ സ്വയത്തോട് പോരാടണം. കാരണം നമ്മുടെ സ്വയമാണ് അതിലൂടെ കടക്കുവാൻ ഏറ്റവും വലിയ ശത്രുവായി നിൽക്കുന്നത്. രണ്ടാമതാ പിശാചിനോടുള്ള പോരാട്ടം. നമ്മുടെ പോരാട്ടം ഈ ലോകത്ത് ആരോട് മാത്രമേ ഉള്ളെന്നറിയാമോ? പിശാചിനോട് മാത്രമേ ഉള്ളൂ. സ്വയം ത്യജിക്കുവാനുള്ള ഒരു പോരാട്ടം നമ്മൾ നടക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ആ രണ്ട് ജഡ്ജ്മെന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇത് രണ്ടാമത്തെ ഗേറ്റാണ് ഈ പറയുന്നത്. മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവന് ഏവനുമല്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് രണ്ട് ഗേറ്റുകളെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പാരഫ്രൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. കാരണം നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന്. അങ്ങനെയാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ പ്രിയ മക്കളെ, അങ്ങനെ അല്ലെന്നാ കർത്താവ് പറയുന്നത്. അങ്ങനെയല്ല മക്കളെ. കാരണം നിങ്ങൾ എന്നെ കർത്താവ് എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ പിടിയിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ ഞാനാവുന്ന വഴിയിൽ കയറി. ആമേൻ. അത് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്തത് എന്നോട് കർത്താവ് എന്ന് പറയുക നിങ്ങൾ ചെയ്തത്. തുടർന്ന് നിങ്ങൾക്ക് അത് മാത്രം മതിയോ? ലോകത്തിന് രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയോ? നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കണ്ടേ? വേണ്ടേ? അതിന്റെ ഗേറ്റ്, ആ ഇടുങ്ങിയ ഗേറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അത് എന്താണെന്ന് അറിയാമോ? എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, പകരം എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇതാ രണ്ടാം ഗേറ്റ്. മനസ്സിലായോ? എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇതാണ് രണ്ടാം ഗേറ്റ്. അപ്പോ ഒന്നാം ഗേറ്റ്, ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ നാം കർത്താവ് അംഗീകരിക്കണം. ആമേൻ. പക്ഷെ തുടർന്ന് നാം യേശുവാകുന്ന വഴിയിലൂടെ ജീവിക്കുമ്പോൾ യേശുവിന്റെ മനോഭാവമുള്ളവരായി യേശു ചെയ്തതുപോലെ നാം പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എങ്കിൽ രണ്ടാമത്തെ ഗേറ്റ് നമുക്കായി തുറക്കപ്പെടും. അതാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇത് എന്റെ വാക്കല്ല, ലോകത്തിലെ ഏതെങ്കിലും പുസ്തകത്തിലെ വാക്കല്ല. നിങ്ങൾ ഈ കേൾക്കുന്ന വാക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകളാ. ഇനി ആർക്കും ഇതിനെതിരെ ഒന്നും പറയാനില്ല. കാരണം സകലത്തിന്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ആദിയിൽ ഉണ്ടായത് ഈ ലോകത്തിലെ ഏതെങ്കിലും ക്യാമനല്ല, ആദിയിൽ ഉണ്ടായത് വചനമാണ്. ഈ സാക്ഷാൽ ദൈവവചനമായി പറയുന്നത്. കാരണം സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താ? ദൈവത്തിന്റെ വചനം 1 തെസ്സലോനിക്കർ 4:3 പറയുന്നു, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുചീകരണം തന്നെ. ആമേൻ. ശുചീകരണം തന്നെ. കാരണം കർത്താവ് ഇവിടെ ഈ ന്യായവിധിയിൽ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പ്രവചിച്ചു.
അപ്പൊ ഇവരൊക്കെ ആര് തന്നെയാ? രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടവരാണോ? അതെ, രക്ഷിക്കപ്പെട്ടവരാ. സ്നാനപ്പെട്ടിട്ടുണ്ടാകുമോ? സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തിന് വലിയൊരു കാര്യം, സ്നാനപ്പെട്ടോ? ഇത്രയേ ഉള്ളൂ. സ്നാനപ്പെട്ടതാണോ നീ? പലരുടെയും ചിന്ത സ്നാനത്തിലെല്ലാം തികഞ്ഞു വന്ന സ്നാനത്തിൽ സ്നാനപ്പെടണം. അതിന്റെ അർത്ഥം സ്നാനപ്പെടണമെന്ന് തന്നെയാണ്. പക്ഷെ സ്നാനപ്പെട്ടതുകൊണ്ട് എല്ലാം തികയുന്നില്ല. സ്നാനപ്പെടുന്ന യേശുവിനുള്ള അനുസരണ, യേശുവിനുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള പ്രാർത്ഥനയാ ഈ സ്നാനം എന്ന് പറയുന്നത്. യേശുവിന്റെ കൽപ്പനയാ സ്നാനം. ഇതനുസരിച്ചത് കൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഞാൻ സ്വർഗത്തിന് മുകളിൽ സർവ്വ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ലോകമെമ്പാടും പോയി സകലരെ സ്നാനപ്പെടുത്തിക്കൊള്ളൂ എന്ന് മാത്രമല്ല, പകരം തുടർന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്നാന്നറിയാമോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കാൻ തക്കവണ്ണമല്ല, പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പൊ ഈ സ്നാനം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. പലരുടെയും ചിന്ത സ്നാനപ്പെട്ട എല്ലാം തികഞ്ഞുന്ന. ഇല്ലില്ല, സ്നാനപ്പെട്ട മാത്രം പോരാ, കർത്താവ് കൽപ്പിച്ചത് അത് നമ്മൾ പ്രമാണിക്കണം. ആ കർത്താവിന്റെ വഴിയിലൂടെ ഞാനും നിങ്ങളും നീങ്ങുവാൻ ഇടയാകണം. രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയും, രണ്ടാമത്തെ ഗേറ്റ് കടക്കുന്നത് പിതാവിന്റെ ഇഷ്ടപ്രകാരമായി. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കും. ഒന്നാമത്തെ ഗേറ്റ് രക്ഷ എന്ന് പറയുന്നത്, കർത്താവ് യേശുവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എവിടെന്ന്? ലോകത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ആ വ്യക്തി യേശുവാകുന്ന വഴിയിലൂടെ ജീവിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം യേശു ചെയ്തതുപോലെ നിവർത്തിക്കണം. എന്നിട്ട് പറയണം, ദൈവമേ ഞാൻ ഇതാ നിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറയണം, ഇതാ പൂർത്തിയായി. ഇതാ പൂർത്തിയായി. അപ്പോ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇത് എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്ക. ഞാൻ ചിന്തിക്കുന്നില്ല ഇനി ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം തന്റെ വചനങ്ങൾക്ക് ഇനി മാറ്റം വരുത്തുമെന്ന്. കാരണം എന്റെ മക്കൾക്ക് പാസ്സാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഓൾ പ്രൊമോഷൻ കൊടുത്ത് എല്ലാവരെയും വിജയിപ്പിക്കാൻ പോവുക. പ്രിയരെ, വളരെ എളുപ്പത്തിൽ പാസ്സാകാനുള്ള, ജയം പ്രാപിക്കുവാനുള്ള ക്രമീകരണം സ്വർഗത്തിൽ ചെയ്തു കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വന്നങ്ങ് വസിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് നമ്മളെ ജയോത്സവമായി നടത്തുവാനായിട്ട് വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ സഹകരിച്ചാൽ മാത്രം മതി, സ്വർഗത്തിലെ ദൈവം അത് നമ്മളിവിടെ ചെയ്യുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ഈ കടന്നു വന്ന ദൈവദാസന്മാർ. അതിന്റെ 22, 23 വാക്യങ്ങളോടൊന്ന് വായിച്ചാട്ടെ. കർത്താവേ, 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 നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തു. അനുഗ്രഹീത ദൈവദാസന്മാർ, നല്ല ശുശ്രൂഷ വെളിപ്പെട്ട ദൈവദാസന്മാർ. ഹല്ലേലൂയ. പക്ഷെ കർത്താവിനോട് തിരിച്ചു പറയുന്നത് എന്താ? അതിന്റെ അടുത്ത വാക്യം, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ പലർക്കും അറിയാം. ടു ടെസ്റ്റ് ആൻഡ് ന്യൂ മാൻ. മനുഷ്യനെ പരിശോധിച്ച് അവന്റെ ഹൃദയത്തിലുള്ളത് അറിയുക എന്നുള്ളതാ ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ പരിശോധിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു നാളും നല്ലതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പകരം ഞാൻ ഒന്നറിഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. നിങ്ങൾ എന്ത് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. നിങ്ങൾ ഒരു ഭാഗത്ത് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ഭാഗത്ത് രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. ഇത് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പർപ്പസുമായുള്ള ബന്ധത്തിൽ. പക്ഷെ എന്റെ പിതാവുമായിട്ടുള്ള പർപ്പസുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ആത്മാവിന്റെ ഫലമായ സ്നേഹമോ അതിന്റെ സത്ഫലങ്ങളോ ഒന്നും നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അതായത് ഫലം കൊടുത്തിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പ്രിയരെ, ഇതാണ് രണ്ടാം ഗേറ്റ് കടക്കുന്ന യോഗ്യത. എന്റെ ശബ്ദപരിധി എന്നെ കേൾക്കുന്ന വ്യക്തിയെ, ഈ ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഗേറ്റിലൂടെ കുഞ്ഞെ നീ കടന്നു പോകുമോ? ഞാനും നിങ്ങളും, പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളും അതിലൂടെ കടന്നു പോകണം പ്രിയരെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വ്യർത്ഥമായി തീരും. നിങ്ങൾ ചിന്തിക്കരുത് എല്ലാവരെയും കർത്താവ് കയറ്റിവിടുന്നത്. കർത്താവ് പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകരെ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാം. ആമേൻ, ഹല്ലേലൂയ. അതായത് വഴി, വിശാലമായ വഴിയിലൂടെ പോകുന്നവർ മെജോറിറ്റിയാ. എന്നാൽ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവർ മൈനോറിറ്റി, ചുരുക്കമാന്നേ. ആമേൻ. ഈ നാളിൽ മെജോറിറ്റിയുടെ കൂടെ അല്ല നമ്മൾ കൂടേണ്ടത്. ഈ നാളിൽ നമ്മൾ കൂടേണ്ടത് കർത്താവിനോട് കൂടെയാ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ജനത്തിന്റെ ഒരു ബലഹീനത എന്നാണെന്നറിയാമോ? അവർ ഏതെങ്കിലും ദേശത്ത് പോയാൽ ഒരു ചർച്ച് തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ?
ഓ, ആ ചർച്ച് ധാരാളം ആളുകൾ പോകുന്നുണ്ട്, ഞാനും അതിന്റെ കൂട്ടത്തിൽ കൂടാം. പ്രിയരെ, വെരി പുവർ സെലക്ഷൻ. ആമേ. ധാരാളം ആളുകൾ, മെജോറിറ്റി പോകുന്ന കൂട്ടത്തിലല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ കർത്താവിനോട് കൂടെയാണ് പോകേണ്ടത്. മെജോറിറ്റി പോകുന്ന കൂട്ടത്തിലല്ല നമ്മൾ കൂടേണ്ടത്, നമ്മൾ കർത്താവിനോട് കൂടെയാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട് അതിന്? ആമേ. ഹല്ലേലൂയ. പ്രിയരെ, മറ്റാരുമല്ല വഴി, മെജോറിറ്റി അല്ല വഴി, കർത്താവ് യേശുവാ വഴി. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. സ്പിരിച്വൽ ഫയർ കോൺഫറൻസ്. ശക്തമായ ആത്മപ്രവാഹവും ദൈവദാസന്മാർക്കു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലോർഡ്, അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള അങ്ങയുടെ ആത്മാവിന്റെ പ്രിയ പിതാവേ, അങ്ങയുടെ മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ദേശത്ത് അങ്ങ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിവർത്തിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപകളാണ്. 16, 17, 18 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ഫ്രീ ആക്കി ലീവ് എടുക്കേണ്ടവർ ലീവ് എടുത്ത് ആ ദിവസം പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുങ്ങി കടന്നു വരുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങൾക്ക് തരുവാൻ വളരെയധികമുണ്ട്. 3 ദിവസം യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ നദിയിൽ കുളിക്കുന്ന ഒരു അനുഭവം. ഏതു ദൈവ പൈതലാ ഇത് ആഗ്രഹിക്കാത്തത്? കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കിഴക്കമ്പലം AG കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. തീയതി മെയ് 13, 14. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പാസ്റ്റർ ബിനോയ് 9447981684. ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് കോഴിക്കോട് നടക്കുന്ന സ്പിരിച്വൽ കോൺഫറൻസിൽ പ്രസംഗിക്കുന്നു. തീയതി മെയ് 20, 21, 22. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറുകൾ ബന്ധപ്പെടുക. പാസ്റ്റർ നോബിൾ പി തോമസ് 9447165211.